തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ മുംബൈയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണനെ ഇന്ന് നാട്ടിലെത്തിക്കും. ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ കേസെടുക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനാണ് സാധ്യത. ഗ്രീമ ഭാഗ്യക്കേടാണെന്ന് ഭർത്താവ് കുറ്റപ്പെടുത്തിയെന്നും മരണവീട്ടിൽ വെച്ച് വരെ അപമാനിച്ചെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. മനീഷ് മഹിബാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഗുരുതരമായ ആരോപണങ്ങളാണ് ഉണ്ണികൃഷ്ണനെതിരെ സജിതയും മകൾ ഗ്രീമയും തങ്ങളുടെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണനെ. ഇനിയുള്ള നിയമ നടപടികൾ അതെങ്ങനെയായിരിക്കും? ആര്യ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ കേസിൽ ഗ്രീമയുടെയും അമ്മയുടെയും മരണത്തിൽ അസ്വാഭാവിക മരണത്തിനായിരുന്നു പൂന്തറ പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോഴിതാ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ ഗാർഹിക പീഡനത്തിനും ഒപ്പം തന്നെ ഈ രീതിയിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് പീഡിപ്പിച്ചതിനുമൊക്കെ തന്നെ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇയാളുടെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ ഇയാളെ നാട്ടിലെത്തിച്ച ശേഷം പൂന്തറ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും. അങ്ങനെ ഗാർഹിക പീഡനത്തിനും ഒപ്പം തന്നെ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിലവിൽ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇയാൾ വിദേശത്തേക്ക് കടക്കാനിരിക്കെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതും പിന്നെ മുംബൈയിൽ വെച്ച് ഇയാൾ പിടിയിലായതും. ഇപ്പോഴിതാ പൂന്തറ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാളെ നാട്ടിലെത്തിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഗ്രീമയുടെ വിവാഹത്തിന് ശേഷം ആദ്യത്തെ 25 ദിവസങ്ങൾക്ക് ശേഷം കടുത്ത മാനസിക പീഡനമാണ് ഗ്രീമ അനുഭവിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളായി പറയുന്നത്, അതായത് ഇയാളുടെ ഭാഗ്യക്കേടായി ഭാര്യയെ കണ്ടു, ഇത്തരം കാര്യങ്ങൾ ബന്ധുക്കളോടക്കം പറഞ്ഞു. പരസ്യമായി പൊതു പരിപാടികൾക്കൊക്കെ തന്നെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കൊക്കെ തന്നെ പോകുമ്പോഴും ഗ്രീഷ്മയെ അവിടെ വെച്ച് അപമാനിച്ചു. കഴിഞ്ഞ ഈ മരണത്തിന് മുൻപ് 1 മാസം മുൻപാണ് ഗ്രീഷ്മയുടെ അച്ഛൻ കൃഷി ഓഫീസറായിരുന്ന അയാൾ മരിച്ചുപോയത്. ഹൃദയാഘാതം മൂലം മരിച്ചു. അങ്ങനെ മരണവീട്ടിലെത്തിയപ്പോഴും ഗ്രീമയോട് മോശമായി സംസാരിച്ചു, അപമാനിച്ചു. നീ ആരാണെന്നും നിന്നെ ഇനി എനിക്ക് വേണ്ട എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം തന്നെ തനിക്ക് 6 വർഷമായി അയർലൻഡിലെ PhD വിദ്യാർത്ഥിയാണ് ഈ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ. പക്ഷേ അയാൾക്ക് ഉന്നത പഠനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ഭാര്യ ഗ്രീഷ്മയുടെ ഭാഗ്യക്കേടാണെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. 200 പവൻ സ്വർണം കൊടുത്താണ്, സ്ത്രീധനമായി കൊടുത്താണ് ഉണ്ണികൃഷ്ണനുമായിട്ട് വിവാഹം കഴിച്ചത്. പക്ഷേ ഈ സ്ത്രീധന ധനം പോരാ എന്ന പേരിലും മാനസികമായി പീഡിപ്പിച്ചു. അങ്ങനെ മകളുടെ വിവാഹബന്ധം ശിഥിലമായതൊക്കെ തന്നെ ഈ അമ്മയുടെയും ആത്മഹത്യക്ക് കാരണമായി. എന്താണെങ്കിൽ ഇന്ന് ഇയാളെ നാട്ടിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വകുപ്പുകൾ കൂടി പൂന്തറ പോലീസ് കൂടുതലായി ചുമത്തിയിട്ടുണ്ട് ഇയാൾക്കെതിരെ. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.